എൻ്റെ പേര് വിബിത. ഞാൻ നോർത്ത് പറവൂർ പുത്തമ്പലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. എൻ്റെ മകന് 8 വയസ്സുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഇവന് ചെറിയ പനികൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങും, പിന്നെ മാറും, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വരും. അങ്ങനെ കുറേ ആയിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവന് ബ്ലഡ് HB ആകെ 2.8 ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വീട്ടിൽ നോക്കുന്നൊരു ഡോക്ടറെയാണ് കൊണ്ടുപോയി കാണിച്ചത്. അപ്പോൾ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഡോക്ടർ അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യൂ, ഇത്രയും സീരിയസ് ആണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ രാജഗിരിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ICUവിൽ ബെഡ് ഒഴിവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആസ്റ്ററിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ രാത്രി ആസ്റ്ററിൽ ഞങ്ങൾ കൊണ്ടുപോയി കുട്ടിക്ക് ബ്ലഡ് കയറ്റി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ആ ഒരു ദിവസം അവിടെ കിടത്തി. പിന്നെ ഒരാഴ്ചയോളം കിടന്നു അവിടെ. അപ്പോൾ അവർ പറഞ്ഞു ബോൺ മാരോ ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ബോൺ മാരോ ടെസ്റ്റ് നടത്തിയിട്ട് ഞങ്ങൾ ഒരാഴ്ച 8 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അവരൊന്ന് 20 ദിവസം കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞു. 20 ദിവസം കഴിഞ്ഞ് ചെന്ന് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി ചെന്നപ്പോൾ അവർ ലുക്കീമിയാണെന്ന് വിചാരിച്ചാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബോൺ മാരോ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ബോൺ മാരോ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൽ റിസൾട്ടിൽ അങ്ങനെ ഒന്നുമില്ല അവന്. പക്ഷേ ബ്ലഡ് അവിടെ നിന്ന് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും 6ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഈ 20 ദിവസം കഴിഞ്ഞ് ചെന്ന് ഞങ്ങൾ പിന്നൊരു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പിന്നെയും ബ്ലഡ് കുറഞ്ഞു 4.5. ലുക്കീമിയൊന്നുമില്ല, പക്ഷെ അവന് പിന്നെയും ബ്ലഡ് കുറഞ്ഞേക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊന്നുകൂടെ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബ്ലഡ് ഞങ്ങൾ ആ ബോൺ മാരോ ചെയ്തതിൻ്റെ തന്നെ എടുത്ത് അവർ ഒന്നുകൂടെ റെഫർ ചെയ്ത് വന്നപ്പോഴേക്കും പറഞ്ഞു ഇത് അപ്ലാസ്റ്റിക് അനീമിയ ആണെന്ന് തോന്നുന്നു, മജ്ജ കുറവുള്ള അസുഖമാണെന്ന് തോന്നുന്നു എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ജീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ബ്ലഡ് കുറച്ചെടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ജീൻ ടെസ്റ്റിന് ബ്ലഡ് കൊടുത്തു ഞങ്ങൾ. അത് കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവർ പറഞ്ഞു 1 മാസം ഇതിന് സമയം എടുക്കും, ഞങ്ങൾ വിളിച്ച് പറയാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 1 മാസമായിട്ടും അവിടെ നിന്ന് വിളിയൊന്നും വന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നു. അപ്പോൾ ഇവനെ പീഡിയാട്രീഷ്യൻ്റെ അടുത്തുനിന്ന് ഓങ്കോളജിയുടെ ഡോക്ടറുടെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നു, പക്ഷേ റിസൾട്ടിൽ അങ്ങനെ ഒരു കുഴപ്പവും കാണുന്നില്ല, അതിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇല്ല, അവൻ അപ്ലാസ്റ്റിക് അനീമിയ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളും ആകെ കൺഫ്യൂഷനായി. കാരണം ബ്ലഡ് കുറവുണ്ട്, അസുഖം, പിന്നെ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തവന്, ഒരുപാട് ബ്ലഡ് കുറേ എടുത്ത് കുട്ടി ഇപ്പോൾ ആസ്റ്ററിൻ്റെ പടി ചെന്ന് കഴിഞ്ഞാൽ അവൻ എൻ്റെ ഒക്കത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറങ്ങില്ല, അതാണ് അവസ്ഥ. അങ്ങനെയായി. അപ്പോൾ അതിനിടയ്ക്കാണ് എന്താണ് രോഗവും കണ്ടുപിടിച്ചിട്ടില്ല. കുട്ടിക്കാണെങ്കിൽ ബ്ലഡ് ഇപ്പോൾ 2 പ്രാവശ്യം കൊണ്ടേ കയറ്റി. അപ്പോൾ അതിനിടയ്ക്കാണ് എൻ്റെ ഭർത്താവ് ഇതുപോലെ കൃപാസനം പത്രം ആരോ കൊടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പറഞ്ഞ് ഒരു സ്ഥലമുണ്ട് ആലപ്പുഴയിൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അസുഖം മാറുമെന്നാണ് എല്ലാവരും അസുഖം മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇത് കൃപാസനമൊക്കെ വെറുതെ തട്ടിപ്പാണ്. അപ്പോൾ ഞാൻ ആയിടക്ക് കണ്ടത് എൻ്റെ ഒരു സ്കൂൾ ഗ്രൂപ്പിൽ കൃപാസനത്തിൻ്റെ ഒരു ട്രോളാണ്. അത് ട്രോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃപാസനം പേപ്പർ കൊണ്ട് വഞ്ചി ഉണ്ടാക്കി ഞങ്ങൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ മുറ്റത്തിട്ടപ്പോൾ അത് വലിയ തോണിയായി ഞങ്ങൾ കയറി രക്ഷപ്പെട്ടു എന്നുള്ളൊരു ട്രോളാണ് ഞാൻ ആദ്യം കാണുന്നത് കൃപാസനത്തിനെ പറ്റി. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചു, പിന്നെ ഒരുപാട് ഞാനിത് പള്ളിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഏതോ പാസ്റ്റർമാരിങ്ങനെ ഒരുപാട് അങ്ങനെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒരു ഡ്രസ്സിൽ വന്നിട്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ വേറെ ഡ്രസ്സിൽ വന്ന് ഒരേ സ്ത്രീധനത്തിലുള്ള ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ കണ്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ ഒരാളുണ്ട്. അയാൾക്ക് ഇതുപോലെ ഇഷ്ടംമാതിരി കൂട്ടുകാരുള്ളൊരു ആളാണ് പുള്ളി ഇതുപോലെ ഒരു കൂട്ടുകാരത്തി ഇവിടെ സ്ഥിരം പറഞ്ഞിട്ടുണ്ട്. അവർ കൊടുത്തെന്നും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു പേപ്പറും എനിക്ക് ഇവിടുത്തെ ഉടമ്പടി നിറച്ച വസ്തുക്കളും കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. കുട്ടിക്ക് എണ്ണ തേക്കണം, തേൻ കൊടുക്കണം, ഉപ്പ് ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത് തന്നു. അപ്പം ഞാനത് വാങ്ങിയെങ്കിലും ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാനത് പിന്നെയും തട്ടിൽ തന്നെ ഞാൻ വെച്ചു. അവിടെ ഞങ്ങളുടെ ഷെൽഫിൽ വെച്ചേക്കിരുന്നത് ഞാനത് ശരിക്കെടുത്ത് നോക്കിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മകൻ ട്യൂഷന് പോണ വീട്ടിൽ അവരിവിടെ സ്ഥിരം വരണതാണ്. അപ്പം ഞാൻ ഈ കൃപാസനത്തിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു, ഞാനിങ്ങനൊന്നും കേട്ടിട്ടില്ല. ഞാൻ ഹിന്ദുവാണ്, പക്ഷേ ഞാൻ പള്ളികളിലൊക്കെ പോകാറുണ്ട്. കൃപാസനത്തിനെ പറ്റി എനിക്ക് ഒരറിവ് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ട്യൂഷൻ ടീച്ചർ ഇതുപോലെ കൊടുത്തു വിട്ടു, ഒരു പേപ്പർ എൻ്റെ മകൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് ആ കുട്ടി എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ഇതുപോലെ കൃപാസനത്തിൽ ഞങ്ങൾ പോകാറുണ്ട്, അവൻ്റെ അസുഖം എന്താണെന്ന് എഴുതി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥന ഇതിൽ ഇട്ടേക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം കൊടുത്തു വിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ എല്ലാവരും എന്നോട് വന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ വേറെ ആൾക്കാരും വന്ന് പറഞ്ഞു ഇന്നമാതിരി കൃപാസനം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഞാൻ കുട്ടിക്ക് ആ നേർച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇവന് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞ് എണ്ണ തേച്ച് കൊടുക്കണം. ഞാൻ എണ്ണ കൊണ്ട് കുരിശ് വരച്ച്, അപ്പോൾ പ്രാർത്ഥനകളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവനെല്ലാം തേച്ചൊക്കെ കൊടുക്കും. ആ സാധനം പക്ഷേ ഇവനെ തേക്കാൻ വേണ്ടി എടുത്ത് ഞാൻ വെറുതെ കൃപാസന മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവനെ തേച്ച് കൊടുത്തിട്ടുള്ളത്. ആ സാധനങ്ങൾ കയ്യിലെടുത്ത് ഇവനെ തേക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു വൈബ് എനിക്ക് തോന്നി തുടങ്ങി. മാതാവിനെ വിളിക്കുമ്പോഴും എനിക്കങ്ങനെ തോന്നി തുടങ്ങി. ഞാനപ്പോൾ ഈ യൂട്യൂബിൻ്റെ ഇവിടുത്തെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനങ്ങളൊന്നും കാണില്ല, സാക്ഷ്യങ്ങൾ ഒരുപാട് ഞാനിങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു സാക്ഷ്യം കണ്ടപ്പോഴാണ് അതിൽ ക്യാപ്ഷൻ കിടക്കുന്നത് കണ്ടത്. കുഞ്ഞിൻ്റെ അസുഖം മാറണമെങ്കിൽ അമ്മ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞുള്ള ക്യാപ്ഷനാണ് ഞാൻ കണ്ടത്. അങ്ങനെ നവംബറിൽ ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. നവംബറിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പോയി ഞാൻ പത്രങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി. അതൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. പിന്നെ പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ചൊല്ലുമായിരുന്നു. ഞാനിപ്പോൾ പ്രത്യക്ഷീകരണം ചൊല്ലാൻ വേണ്ടി ഞാൻ എടുക്കുമ്പോൾ ഞാൻ പറയും മാതാവിനോട്, മാതാവ് ഞാൻ സാക്ഷ്യം പറയാൻ പറയാം, എനിക്ക് ഒരു 10 ഇവൻ്റെ HB ആക്കി തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ മാസമായപ്പോഴത്തേക്കും പിന്നെയും കുട്ടിക്കൊരു ചെറിയ അസ്വസ്ഥതകളൊക്കെ, അവന് കാലുവേദന, ഭയങ്കര കാലുവേദന, നടക്കാൻ പറ്റില്ല. സ്കൂൾ തുറന്ന് സ്കൂളിൽ പോയിട്ട് കുട്ടി അനങ്ങില്ല, കളിക്കാനൊന്നും പോവില്ല, ഒരു മൂലക്ക് മാറി കുത്തിയിരിപ്പാണ്, ഭക്ഷണങ്ങളും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ 10-ാം തീയതി പിന്നെയും ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്റ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ബ്ലഡ് കുറഞ്ഞ് 3 പോയിൻ്റായി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ബ്ലഡ് കയറ്റി. ആ ബ്ലഡ് കയറ്റി കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറയുകയാണ്, നിങ്ങൾ ഇനി ഇത്രയും ടെസ്റ്റ് ചെയ്തതിൽ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തവന് ബ്ലഡ് കുറയുന്നതിന് കാരണമായിട്ടുള്ള രോഗങ്ങളുടെ പല ടെസ്റ്റും ചെയ്ത് കുട്ടിക്ക് അതുവരെ ഒരു അസുഖവും ഇല്ല. അപ്പോൾ ഞാൻ ഈ നേർച്ച വസ്തുക്കളൊക്കെ അപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഡോക്ടർ പിന്നെ പറയും ഇനിയൊരു ബോൺ മാരോ കൂടെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എൻ്റെ സകല പിടിയും വിട്ടുപോയി. കാരണം ആദ്യം തന്നെ ബോൺ മാരോ ചെയ്തിട്ട് എൻ്റെ മടിയിലിരുന്ന കുട്ടിയെ ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കി എടുത്തുകൊണ്ട് പോയി. അത് തന്നെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അവനകത്ത് കൊണ്ടുപോയി ആ ബോൺ മാരോ ചെയ്തതിൻ്റെ ആ ഒരു മുറിവ് അതൊന്ന് കൂടാനായിട്ട് ഒരു 3 ആഴ്ചയെങ്കിലും വേണ്ടി വന്നു. കുട്ടിക്ക് ഭയങ്കര ബാക്ക് പെയിനൊക്കെ ആയിരുന്നു, ആ വേദനയായിട്ട്. ഇനിയും അത് ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു ആശ്രയമില്ലാത്ത പോലെ ആയിപ്പോയി. അപ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ ഇനി പള്ളിയിൽ ഞാൻ പോകുള്ളൂ, എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 3 പുതുക്കൽ കഴിഞ്ഞാലേ ഇവിടെ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ കുട്ടിയുടെ സകല ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഞാനവിടെ കാണിച്ചവരോട് പറഞ്ഞു കുട്ടിക്ക് അസുഖങ്ങളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ അവൻ്റെ ബ്ലഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അച്ഛനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ചേട്ടന്മാരവിടെ നോക്കിയിട്ട് അവരും കൂടെ പറഞ്ഞു വിട്ടു. അപ്പോൾ അച്ഛനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് ബ്ലഡ് കുറയുന്ന അസുഖം എന്നാണ്. കാരണം അസുഖം പറയാൻ പേര് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അവന്. ബ്ലഡ് ഞങ്ങൾക്ക് ഏറ്റവും കുറയും. ഈ ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ വരെ 3 പ്രാവശ്യമാണ് കുട്ടിക്ക് ബ്ലഡ് കയറ്റിയത്. ബ്ലഡ് കയറ്റും കുറച്ച് കഴിയുമ്പോൾ താൻ ഇറങ്ങിപ്പോവാണ് ബ്ലഡ്. ഇത് എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനെ അച്ഛനോട് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കില്ല, ജ്യൂസ് കൊടുത്താൽ ജ്യൂസ് കഴിക്കില്ല, പാല് കുടിക്കില്ല, ഭയങ്കര വാശി നിർബന്ധമൊക്കെയാണ് അവന്. ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് അത് പറഞ്ഞു. അച്ഛന് ഇത് കൊടുത്തപ്പോൾ അച്ഛനവനെ ആൾക്കാരുടെ ഉള്ളിൽ കയറ്റി മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയാണ് അച്ഛനവനെ പ്രാർത്ഥിച്ചിട്ട് വിട്ടത്. എന്നോട് പറഞ്ഞു വന്ന് സാക്ഷ്യം പറയാൻ അമ്മയോട് പറഞ്ഞിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മകനെ കൊണ്ട് വീട്ടിലേക്ക് പോയി. അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിറ്റേന്ന് തൊട്ട് അവൻ ഇങ്ങോട്ട് വന്ന് ജ്യൂസും പാലൊക്കെ ചോദിച്ച് വാങ്ങി കുടിക്കുകയാണ്. അവന് വേറെ ഭക്ഷണം കഴിക്കാനൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. പിന്നെ ജനുവരി ആയപ്പോൾ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ 5.8 ഉണ്ടായിരുന്നു. പിന്നെയും ഫെബ്രുവരി ആയപ്പോൾ പിന്നെ 4.5 അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ മോന് ഇനിയൊരു ബോൺ മാരോ നടത്താനുള്ള ഒരു അവസ്ഥ എനിക്ക് വരത്തല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ മാതാവിനോട് പറയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ ഞാൻ മാർച്ചിൽ വന്ന് ഉടമ്പടി ഒന്നുകൂടെ പുതുക്കിയിട്ട് പോയി. പിന്നെ അവന് വേറെ ഒന്നും ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ ഇതിൻ്റെ പേര് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. കാരണം എവിടെ ചെന്നാലും അവർ ബോൺ മാരോയാണ് പിന്നെയും പറയണത്. വേറെ പിന്നെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് പിന്നെ ഇനി ബോൺ മാരോ ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്തോ വലിയ അസുഖം വരാനുള്ളത് മാതാവ് അവന് വഴിതിരിച്ച് വിട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ ഒരാഴ്ച പോലും നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മളെ ബ്ലഡ് ഇങ്ങനെ കുറയില്ല. അങ്ങനെ ഒരു പ്രശ്നം വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പിന്നെ പ്രാർത്ഥനകളുമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോയിരുന്ന ഒരു പ്രാവശ്യം ഞാൻ പുതുക്കിയുള്ളൂ, പിന്നെ പുതുക്കാൻ വന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചവന് 4.5. പിന്നെ ഞാനും എന്തെങ്കിലും കുറച്ച് ഇതൊക്കെ കാരണം ആകെ വിഷമിച്ചിരിക്കണം അതിലായിരുന്നു. ഒന്നും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാനൊക്കെ പത്രം മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥനകളുണ്ടായിരുന്നു, വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ പണി ചെയ്യാനൊക്കെ കുറച്ച് സ്ലോ പോണ ഒരാളാണ്. പിന്നെ ഈ കുട്ടിയുടെ ഇത് കൂടെ ആയപ്പോഴത്തേക്കും ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇത്ര നാളും പോയിക്കൊണ്ടിരുന്നത്. ഞാനിപ്പോൾ എല്ലാ മാസവും കൊണ്ട് ഇവൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യും. അപ്പം 4.5 നിന്ന് അവന് കുറയണില്ല. സാധാരണ ലോ പോയി
2.8 ആദ്യം, പിന്നെ 3 പക്ഷേ ഇത് ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 4.5 അവൻ്റെ ബ്ലഡ് ഇതുവരെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയൊക്കെ പറയും മാതാവിനോട്, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റണല്ലോ മാതാവേ എന്നോർത്ത് ഞാൻ ഉടമ്പടി പിന്നെ പുതുക്കാൻ വന്നില്ല. കാരണം അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ അച്ഛൻ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ചെയ്യേണ്ടത് ചെയ്യണം, അല്ലാതെ ഒരു രക്ഷയില്ല എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കപ്പോൾ ഭയങ്കര നിരാശയാകും. അപ്പോൾ ഞാനോർത്ത് മാതാവിനോട് ഉടമ്പടി എടുത്തിട്ട് എനിക്കത് കറക്റ്റായിട്ടെല്ലാം എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എന്നെക്കൂടെ പറ്റണില്ല പല കാര്യങ്ങളും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ എൻ്റെ മോനെ കാത്തോളണം, എൻ്റെ മോൻ്റെ ജീവൻ നമ്മുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കും, അമ്മയെ വിളിച്ച് സങ്കടം പറയും. അപ്പോൾ എനിക്ക് പിന്നീട് ഞാൻ പുതുക്കാൻ വന്നില്ല, പുതുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നില്ല. പക്ഷേ ഞാൻ എല്ലാ ദിവസവും അമ്മയെ വിളിച്ചിട്ട്, കാരണം ഇവനെ ചില നേരം ഈ കുട്ടിയെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാരണം എല്ലാ കുട്ടിയും പക്ഷേ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് അവന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവന് ബ്ലഡ് പിന്നെ കുറഞ്ഞിട്ടില്ല, വേറെ ഉഷാർ കുറവൊന്നുമില്ല. നോക്കുമ്പോൾ ആ 4.5 തന്നെ ആൾ ഉഷാറായിട്ട് ഓടിച്ചാടി നടന്ന എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവാണ്, അങ്ങനെ ഒരു പ്രശ്നമില്ല അവന്. അപ്പോൾ അത് തന്നെ ഒരു സമാധാനമായിരുന്നു. അപ്പോൾ ഞാനോർക്കും എനിക്ക് ഇടയ്ക്ക് വന്ന് സാക്ഷ്യം പറയണമല്ലോ, ഇപ്പോൾ ബ്ലഡ് അത്രേ ഉള്ളെങ്കിലും അതിൽ കുറയണം. അപ്പോൾ ഞാനോർത്ത് ബ്ലഡ് കൂട്ടാതെ എങ്ങനെ വന്ന് സാക്ഷ്യം പറയണത് എന്നിങ്ങനെ വിചാരിക്കുമായിരുന്നു. പിന്നെ ഓർക്കും, ഞാൻ ചെയ്യേണ്ടത് ചെയ്യാതെ ഞാൻ അമ്മയെ കുറ്റം പറയണത് ശരിയല്ലല്ലോ, ഞാൻ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ. പിന്നെ അമ്മയോട് ഞാൻ എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു തരണമെന്ന് പറയാനുള്ള അർഹത എനിക്കില്ല. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുമായിരുന്നു ഞാൻ, ദൈവമേ എനിക്ക് സാക്ഷ്യം പറയണം. പിന്നെ ഞാൻ ഓർത്തു 4.5 കുറയണില്ലല്ലോ, അങ്ങനെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറേ നാളെ വന്നോന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റണില്ല. ഭർത്താവിനെ കൂടെ വിളിച്ച് കഴിഞ്ഞാൽ പുള്ളി വരില്ല, കാരണം പുള്ളി ആദ്യം വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടക്ക് പറഞ്ഞത്, കാരണം നിനക്ക് വിശ്വാസമില്ലല്ലോ, പിന്നെ നീ എന്തിനാ എന്നെ വിളിക്കണമെന്നാണ് പുള്ളി ചോദിക്കണത്. അത് കുഴപ്പമില്ല, ഞാൻ എൻ്റെ ചേച്ചിയും കൂട്ടിയാണ് ഞാനിവിടെ സ്ഥിരം വരാറുള്ളത്. ഇപ്പോൾ ആകെ 2-3 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ നവംബറിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. ധ്യാനം ഞാൻ അടുക്കളയിൽ വെച്ചാണ് കൂടാറ്, കാരണം അടുക്കളപ്പണിയിലായിരിക്കുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ ഇത് ഞാൻ വെച്ചിട്ട് അവിടെ നിന്ന് ഞാൻ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് സാക്ഷ്യം പറയാൻ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുമെന്ന്. അപ്പോൾ ഇതുപോലെ ഞാൻ എന്തോ ഇങ്ങനെ കേട്ടിട്ടിരുന്നു കഴിഞ്ഞിട്ട് പണി ചെയ്ത് പെട്ടെന്ന് തിരിയുമ്പോൾ ആരും വന്നിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണ പോലെ ഒരു പ്രാവശ്യം പല പ്രാവശ്യം അങ്ങനെ ഫീൽ, ആരും എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം. ഞാൻ പെട്ടെന്ന് പേടിച്ച് പോയി ഒരു പ്രാവശ്യം. ഞാൻ എന്താണ് ഇങ്ങനെയെന്ന് വിചാരിച്ച് എനിക്കൊരു പിടിയും കിട്ടില്ല. പിന്നെ ഞാൻ ഓർത്തു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ വന്നിട്ട് പറയുകയാണ്, അമ്മയെ നമുക്ക് ശനിയാഴ്ച കൃപാസനം പള്ളിയിൽ പോവാമെന്ന് പറയുന്നു. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്നിട്ട്, അവൻ ശനിയാഴ്ച എന്നല്ലാതെ വേറൊരു വാക്ക് പറയില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല. അവൻ എന്നോട്, അമ്മ ശനിയാഴ്ച കൃപാസനം പള്ളിയിൽ പോകാം, ശനിയാഴ്ച പോവാം എന്നിങ്ങനെ 2-3 പ്രാവശ്യം അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്ത് ശരിയാണ്, പറഞ്ഞ പോലെ മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യം പറയാൻ പോയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാനിവൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് എപ്പോൾ നോക്കിയാലും 4.5 ഉള്ളൂ. അപ്പോൾ ഞാനോർത്ത് ഇനി പോകണതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോയി അതുകൊണ്ട്, കാരണം ഇവിടെ തെളിവില്ലാതെ സാക്ഷ്യം പറയിക്കില്ല എന്നൊക്കെയാണ് ഞാൻ ഒരു പ്രാവശ്യം കേട്ടത്. അപ്പം ഞാനോർത്ത്, കാരണം സാക്ഷ്യം പറയാനുള്ള തെളിവ് കൊടുക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച അവൻ്റെ ബ്ലഡ് കൊണ്ടുപോയി ഞാൻ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും 7.8 ഉണ്ട് അവന് HB. അപ്പോൾ ഞാൻ ഓർത്ത്, എന്നാൽ പിന്നെ എന്തായാലും സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അതെടുത്തത്. ഞാനപ്പോൾ ഓർത്ത് 4.5 മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു ഇത് തന്നെട്ടമ്മ, അതിനുള്ളൊരു അളവ് എൻ്റെ ബ്ലഡ് എനിക്ക് കൂട്ടി തന്നെ ഒരു 5 ഉണ്ടാവണമെന്ന് അത്രയും ഞാൻ, കാരണം അതിൽ കൂടുതൽ ചോദിക്കാനുള്ള അർഹത എനിക്കില്ല അമ്മേനോട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും 7.8 ഉണ്ട് അവന്. അപ്പോൾ അങ്ങനെ ഞാൻ അവനെ കൊണ്ട് ഇപ്പോൾ വന്നതാണ്. എൻ്റെ മകന് വലുതായി എന്തോ വരാനിരുന്നതാണെന്ന് എൻ്റെ മനസ്സ് പറയണം. പിന്നെ ഞാൻ പലവട്ടം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടും അമ്മ എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു, അത് എനിക്കറിയാം. പിന്നെ എനിക്ക് അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്, അമ്മയെ എപ്പോൾ വിളിച്ചാലും അമ്മയുടെ പ്രസൻസ് എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പറയും, എൻ്റെ തെറ്റുകൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് നല്ലപോലെ ചെയ്യാൻ പറ്റല്ല, എൻ്റെ പിഴകൾക്കൊന്നും എൻ്റെ മകനെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും ഞാൻ അമ്മയെ പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ അനുഗ്രഹം എനിക്ക് തരണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ എൻ്റെ മകൻ എന്തോ വലുതായി അവന് എന്തോ വരാനിരുന്നത് അമ്മ വഴിതിരിച്ച് വിട്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മകൻ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലഡ് ഇപ്പോൾ ഇത്ര ആവുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല. ഇനി അമ്മക്ക് വേണ്ടി എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ട്. അത് ഞാൻ ഇനി എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ നല്ലപോലെ ചെയ്യും. എൻ്റെ മകൻ്റെ ഈ മാറ്റത്തിന് കാരണം അമ്മ ഈശോയാണെന്ന്, അവിടെ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 കോടി നന്ദി.